അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ല? അൽഹംദുലില്ലാ ഞാനും എൻ്റെ കുടുംബം ഇവിടെ സുഖമായിട്ടിരിക്കണ്. അപ്പോൾ ഇന്ന് 6-ാം നോമ്പിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ, ലൈക്കും ചെയ്യണേ, ഷെയറും ചെയ്യണേ. അപ്പോൾ പുതുതായി കാണുന്ന ആൾക്കാർ മാത്രം കമൻറ്റ് ചെയ്താൽ പോരട്ടെ, എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉമ്മയുടെ അടുക്കളയിലുണ്ട്. ഉമ്മ ഇപ്പോൾ പുറത്ത് പോയി വന്നിട്ടുള്ളൂ. ഉമ്മ പൊറാട്ട മേടിക്കാൻ പോയിരുന്നു. ഇന്ന് ഉമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും പിറക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ ഞങ്ങൾ പൊറാട്ടാക്കി. ഇന്ന് വല്ലാതെ അടുപ്പത്തൊന്നും പണിയില്ല കേട്ടോ. ഇന്ന് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരി മാത്രം ഉണ്ടാക്കാണ്ട് ഉപ്പാക്ക് തരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വലിയ ഫ്രൂട്ടും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഞങ്ങളോട് നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞിരിക്കണല്ലോ എന്താ കാരണം എന്നുള്ളത്. പിന്നെ എന്നും ഞാൻ അങ്ങനെ പറയേണ്ട ആവശ്യമല്ലല്ലോ, കാണുന്നുണ്ടെങ്കിൽ അറിയാം. അപ്പം നമ്മൾ കുഞ്ഞിപ്പണിയില്ലേ, കുഞ്ഞിപ്പണീൻ്റെ ഉമ്മിപ്പിയാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ 2 ദിവസത്തിൻ്റെ വീഡിയോയിൽ കണ്ടിരുന്നില്ല, അവരെ ഉമ്മിപ്പിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തേക്ക് കിടക്കാം കേട്ടോ. ഞാൻ പറയാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ. അതിന് ഉത്തരം പറഞ്ഞത്, ഫസ്റ്റ് നമുക്ക് ഉത്തരം തന്നത് ആരാന്നറിയോ? ആയിഷ ജസ്നിയാണ് കേട്ടോ. ആയിഷ ജസ്നി എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. പിന്നെ തന്നിരിക്കുന്നത് മൈമൂനാസർ. നിന്നെക്കാട്ടിയും പ്രായം കുറവാണ്, എന്നെക്കാട്ടിയും പ്രായം കൂടുതലാണോ എന്നറിയില്ല. ഉത്തരം ഇതാണ്, അയ്യൂബ് നബി അലൈഹിസ്സലാമാണ് ഉത്തരം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിതേമാതിരി ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഹൂദ് നബിയെ നിയോഗിക്കപ്പെട്ട നാടിൻ്റെ പേരിട്ടതിന് ഉത്തരം അറിയുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അറിയാഞ്ഞിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇന്നലെ അങ്ങനെ ഒരു കമൻറ്റ് വന്നിരുന്നിട്ട്, എനിക്കറിയൂല, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല ഞങ്ങളോട് ചോദിക്കുന്നത്. ഞാനിതൊരു രസകരമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ അടുക്കളയിൽ വന്നപ്പോൾ ഇമ്മ അതവിടെ ചിക്കൻ പൊരിക്കാട്ടെ. ചിക്കൻ്റെ കറി കഴിക്കണ ഇമ്മ ചിക്കൻ പൊരി തുറത്തിയിരിക്കണം കേട്ടോ. സംഭവം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പ വന്നുകൊണ്ട് അവിടെ വന്നുകൊണ്ട് എന്തോന്ന് കോമഡി പറഞ്ഞിട്ട്, ആ കോമഡി പറഞ്ഞത് കേട്ടിട്ടായിരുന്നു എൻ്റെ ഉമ്മ ചിരിച്ചിരുന്നത്. അപ്പം ഉമ്മ ഇപ്പുറത്ത് ഗ്യാസുമ്മേൽ ചിക്കൻ കറി ഇറക്കി വെച്ചിട്ട് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് അത് സെറ്റാക്കി തരാണ്ട്. അപ്പം ഉമ്മ എന്നോട് പറഞ്ഞു, ഞാൻ സെറ്റാക്കി തരാം, അതും കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടി തരാം, ഈ ഇളക്കിങ്ങാണ്ട് അത് ഇതാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഉമ്മാൻ്റെ അനിയത്തിയും മക്കളൊക്കെ വന്നിരുന്നു. ഞാൻ പിന്നെ അവരോട് കുറച്ച് സൊറ പറയാൻ ഉമ്മാനെ അടുക്കളയിൽ നിർത്തിയിട്ട് സൊറ പറയാൻ പോയിട്ടോ. നോമ്പ് എത്ര നോക്കി? ഇന്ന് നോക്കിട്ടുള്ളൂ. ഇന്ന് നോക്കിയതാണ് ഇങ്ങനെ ഇരിക്കണല്ലേ. അതിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഒരു മോളാണ് കേട്ടോ. 2 പിള്ളേരെ ഇവിടെ അവൾ നിർത്തിപ്പോയിരുന്നത്. അവളെ തറവാട്ടിൽ നിർത്തിയിരുന്നു. അപ്പോൾ അവൾ എന്നോട് അവളെ വിശേഷങ്ങളൊക്കെ പറയുന്നു. ഇങ്ങോട്ട് വരാത്ത വിശേഷങ്ങളും എല്ലാ കഥകളും അവിടെ നിന്ന് എന്നോട് ഇങ്ങനെ പറയായിരുന്നു. എൻ്റെ അടുക്കളയത്തെ ഒരുവിധം പണിയൊക്കെ ഒതുങ്ങിയപ്പോൾ പിന്നെ അവൾ എനിക്കൊരു പണി തന്നു കേട്ടോ. അവൾ കുറച്ച് അടിക്കാൻ കൊടുത്തു. എൻ്റെ മെഷീൻ അപ്പൂപ്പനാണെന്നുണ്ടെങ്കിലോ പണി മുടക്കി കിടക്കട്ടെ. ഒരുപാട് ദിവസമായി ഞാനത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ മോട്ടറാണ് സംഭവം, പക്ഷെ എന്താണെന്നറിയില്ല, അത് അങ്ങോട്ട് നിൽക്കല്ല ഇങ്ങോട്ട് നിൽക്കല്ല, നൂലും പോട്ട് അങ്ങനെയൊക്കെ പാടായിട്ട് കുറേ ആയിമ്പോൾ മെനക്കെട്ട് കേട്ടോ. ഞാൻ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിനെ അവളെന്ന് വിളിക്കണത് കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. എൻ്റെ 2 വയസ്സിനെ മൂത്തത് മാത്രമേ ഉള്ളൂ. ഞാൻ ചെറുപ്പം മുതൽ തന്നെ അവളെ ഞാൻ എടി പോടി ഒരു ഏട്ടത്തി അനിയത്തിന്റെ രീതിയിലായിട്ടാണ് ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് ഞാൻ അങ്ങനെ ഇവളെന്ന് വിളിക്കണത്. അതുകൊണ്ട് ആരും ഇനി കമന്റിൽ ഉമ്മാന്റെ അനിയത്തിന് എന്താണ് ഇവള് എന്നൊക്കെ വിളിക്കണത് പറയണ്ട കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാൻ എണ്ണൊക്കെ കൊടുത്ത് അതിനെ ഞാനോട് മയക്കിയെടുത്ത് നമ്മളെ മെഷീൻ അപ്പൂപ്പനെ. അപ്പൊ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ നോമ്പറന്നിട്ടോ. അപ്പൊ ഇവര് ടേബിൾ മേലാണ് ഇരുന്നത്. ഇപ്പി എളാപ്പൊക്കെ ടേബിൾ മേൽ ഇരുന്ന്, ഞങ്ങൾ താഴത്താണ് ഇരുന്നത്. കാരണം ടേബിൾ അമ്മട്ടം വലിപ്പുണ്ടായത് ഞങ്ങൾ ടേബിൾ മേ കൊള്ളാത്തത് കാരണവും ഞങ്ങൾ ടേബിൾ മേ ഇരുന്നില്ല കേട്ടോ. പുറത്താണ് നിലത്ത് ഡൈനിങ് ഹാൾ എല്ലാവരും കൂടി വട്ടളഞ്ഞിരുന്നു. പിന്നെ എളീമാക്ക് വീഡിയോന്റെ മുന്നിൽ വരാനൊരു ചടപ്പ് കിട്ടും. ആദ്യമൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഞാൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരണ്ട്, ഞാൻ ഒരു ചടപ്പ് കൊടുക്കാൻ പിന്നെ വരണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ അവളെ കാണിച്ചില്ല കേട്ടോ. അപ്പൊ അൽഹംദുലില്ലാ ഇന്നും കളിയും ചെറിയും തമാശകളൊക്കെ ആയിട്ട് ഇന്ന് 6-ാമത്തെ നോമ്പ് പിറന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളെ കൊച്ചു കുടുംബത്തിലൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരേക്കും അസ്സലാം.